ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ സ്റ്റോൺ ഏജിലെ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചും മെസോലിത്തിക് ഏജിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ്. ദിസ് ഈസ് ദ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. The word Neolithic is derived from the word neos and lithos. Neolithic age, നവീന ശിലായുഗം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് ഈ നവീന ശിലായുഗമെന്ന് പറയുന്നത്. നിയോലിത്തിക് എന്ന് പറയുന്നത് 2 പദങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നിയോസ് ആൻഡ് ലിത്തോസ്. നിയോസ് എന്ന് പറഞ്ഞാൽ നവീനം, പുതിയത്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ശില. അപ്പോൾ ഈ 2 പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. ദ ബുക്ക് മാൻ മേക്സ് ഹിംസെൽഫ്, അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. ദ ബുക്ക് വാസ് റിട്ടേൺ ബൈ, ആരാണ് എഴുതിയത്? ഗോർഡൻ ചൈൽഡ്. അപ്പോൾ ഗോർഡൻ ചൈൽഡ് എഴുതിയ ഒരു ഗ്രന്ഥമാണ് മാൻ മേക്സ് ഹിംസെൽഫ്, അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. എന്താണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത? ഇറ്റ് റെഫേഴ്സ് ടു 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതായത് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, എന്നാലും പറയാം. മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം. മനുഷ്യന് തൻ്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലിത്തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു. മേൽപ്പറഞ്ഞ 2 കാര്യങ്ങളും പരസ്പരം ഇഴചേർന്നു എന്നതാണ് ആ ഇംഗ്ലീഷ് കൊട്ടേഷൻ്റെ മലയാളം. അതായത് മനുഷ്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായത് കൃഷി ചെയ്യാൻ തുടങ്ങി. അതൊന്നാമത്തെ ഒരു മാറ്റമാണ്. പിന്നെ അവർക്ക് എല്ലാ മൃഗങ്ങളെയൊന്നും മെരുക്കിയെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവർക്ക് പറ്റുന്ന മൃഗങ്ങളെ അവർ മെരുക്കിയെടുത്ത് ഇണക്കിയെടുത്ത് വളർത്താൻ തീരുമാനിച്ചു. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ് മെൻഷൻ ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ. അതായത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരണത്തിൽ നവീന ശിലായുഗത്തിലുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻ with his surroundings is the reason for these changes. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കൃഷി ചെയ്യാനും അതുപോലെ മൃഗങ്ങളെ സ്നേഹിക്കാനും ഇണക്കി വളർത്താനും ഒക്കെ അവന് മാറ്റമുണ്ടായത് എങ്ങനെയാണ്? പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായതാണോ? അല്ല, ചുറ്റുപാടുകളുമായുള്ള മനുഷ്യൻ്റെ ഇടപെടലിൽ നിന്നാണ് ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് എ ന്യൂ വേസ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ദി നിയോലിത്തിക് പീരീഡ്. ഈ നിയോലിത്തിക് പീരീഡിൽ അവൻ പുതിയ രീതിയിലുള്ള മാറ്റങ്ങളും അവരുടെ ജീവിത രീതി മൊത്തത്തിൽ തന്നെ മാറാനായിട്ട് തുടങ്ങി. നിയോലിത്തിക് ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ഓഫ് ആനിമൽസ്, അതായത് മൃഗങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, കൃഷി തുടങ്ങുന്നതും ഈ നിയോലിത്തിക് ഏജിൽ ആണ്. ഇനി അടുത്തത് ആ മാപ്പിലേക്കൊന്ന് നോക്കിക്കേ. ഒബ്സർവ് ദ മാപ്പ്. യു ക്യാൻ സീ ദ ഏരിയ മാർക്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്രസൻറ്റ്. അതായത് ഈ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ആദ്യകാലങ്ങളിൽ കൃഷി തുടങ്ങിയിരുന്നത് എന്നാണ് പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിച്ചത്. ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസ്, നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളനുസരിച്ച് ആർക്കിയോളജിസ്റ്റ് മേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദിസ് ഏരിയ, ഈ പ്രദേശത്താണ് കൃഷി ആദ്യം തുടങ്ങിയതെന്ന് ആണ് അവരുടെ ഗവേഷണം.
ദ റീജിയൻ ഈസ് നോൺ ആസ് ദ ഫെർട്ടൈൽ ക്രസൻറ്റ്. ഈ പ്രദേശത്തെയാണ് ഫലപുഷ്ടിയുള്ള ചന്ദ്രക്കല അല്ലെ ഫലപുഷ്ടിയോടുകൂടിയ ചന്ദ്രക്കല എന്ന് വിളിക്കുന്നത്. അതായത് ചന്ദ്രക്കല ആകൃതിയിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ഇൻ ദീസ് റീജിയൻ? അപ്പോൾ ഈ പ്രദേശം ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് പ്രദേശം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ലെറ്റേഴ്സ് ഒന്ന് നോക്കിക്കേ. ലെറ്റേഴ്സ് സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ബിഗൺ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അതായത് മൃഗങ്ങളെ ഇതുപോലെ പരിപാലിച്ച് വളർത്താനും അവിടെ ആദ്യം തന്നെ കൃഷി തുടങ്ങാനും അവരെ പ്രേരിപ്പിച്ച കുറേ ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തത് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യയിലുള്ള വർധനവ്. രണ്ടാമത്തത് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, അതായത് അവരുടെ താമസിക്കുന്ന അധിവാസ കേന്ദ്രങ്ങളുണ്ടല്ലോ അതിൻ്റെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. മൂന്നാമത്തത് കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, അതായത് സാമൂഹികമായിട്ട് അവർക്ക് സംഘടിക്കാനുള്ള ഒരു അവസ്ഥ, അതും കൂടുതലായി വന്നു. ദെൻ ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, ഭക്ഷ്യം ലഭിക്കുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്നത്, ആഹാരം ലഭിക്കുന്നത് വളരെ ഒരു ഷോർട്ടേജ് വരാൻ തുടങ്ങി. ദെൻ ചേഞ്ച് ഇൻ ദ ടെക്നോളജി, അതായത് ടെക്നോളജിയിലുണ്ടായ മാറ്റം. ഇതെല്ലാമാണ് ഇതുപോലെ കൃഷി അവർ തുടങ്ങാനും അതോടൊപ്പം തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താനുമുള്ള കാരണം. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അപ്പോൾ ഈ പേജിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ഫെർട്ടൈൽ ക്രസൻ്റ് ആണ്. അതുമാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അതിന് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചറിൻ്റെയൊക്കെ അവരെ ഫോഴ്സ് ചെയ്യാനുള്ള 5 കാരണങ്ങൾ. പോപ്പുലേഷൻ ഗ്രോത്തും അതോടൊപ്പം തന്നെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇൻക്രീസ് ചെയ്തും അതുപോലെ തന്നെ പ്രൊഡക്ട്സിലുണ്ടായിരുന്ന ഒരു ഷോർട്ടേജ്, ദെൻ ടെക്നോളജിയിലുണ്ടായ ചേഞ്ചസ്, ഇതെല്ലാം എന്തിന് കാരണമായി? ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ തുടങ്ങാനും ഫോഴ്സ് ചെയ്യും. നെക്സ്റ്റ് പേജ് എടുക്കുക, പേജ് നമ്പർ 18. കുറേ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ടല്ലേ. എന്താ പ്രത്യേകത? പിക്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ് ആർ ഗിവൺ ഹിയർ. ഒബ്സർവ് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദെയർ ഫീച്ചേഴ്സ്. അതായത് ഈ തന്നിരിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ സ്റ്റോൺ ടൂൾസ്, സ്റ്റോൺ വെപ്പൺസ് എന്തൊക്കെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് നോക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പോളിഷ് ചെയ്തിട്ടുണ്ടല്ലേ, മിനുസപ്പെടുത്തിയിട്ടുണ്ടല്ലേ, പിന്നെ കൂടുതലും മുനയുള്ള തരത്തിലുള്ളതാണ് അല്ലേ, പിന്നെ ഒരു പ്രത്യേക തരത്തിൽ ഷേപ്പുള്ള ടൂൾസും ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കതൊക്കെ അതിനകത്ത് പറയാം. ഇനി നോക്കിക്കേ, ദ ടൂൾസ് ഹെൽപ്പ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ദി ലാൻഡ്. എന്താണ് പ്രത്യേകത? ഈ ടൂൾസ് പ്രധാനമായിട്ടും മനുഷ്യർക്ക് എന്തിന് സഹായമായി? മണ്ണിൽ കൃഷി ചെയ്യാൻ സഹായകമായ ടൂൾസാണ്. പിന്നെ എന്താ ഉള്ളത്? ദേ ഹെൽപ്ഡ് ദം ഇൻ ടില്ലിങ് ദി സോയിൽ ആൻഡ് കട്ടിങ് ഡൗൺ ട്രീസ്. അതായത് മരങ്ങൾ മുറിക്കാനും അതുപോലെ തന്നെ മണ്ണ് ഉഴുതുമറിക്കാനും മനുഷ്യരെ ഈ ടൂൾസ് ഹെൽപ്പ് ചെയ്തു. ദിസ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷി എന്ന് പറഞ്ഞല്ലോ. ആ കൃഷിയിലേക്ക് എത്തുന്നതിന് അവരെ സഹായിച്ചതും ഈ ടൂൾസ് തന്നെയാണ്. Agriculture and domestication of animals ensured the steady availability of food products. എന്താണ് അതിൻ്റെ അർത്ഥം? കൃഷിയും കന്നുകാലി വളർത്തലും അതുപോലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. നമുക്കറിയാം കൃഷി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഫുഡ് ഉണ്ടാവുള്ളൂ അല്ലേ. ഭക്ഷണത്തിന് ആവശ്യമായ പ്രൊഡക്ട്സ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കൃഷിയിൽ നിന്നാണ്. അപ്പോൾ അതവർ മനസ്സിലാക്കാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആർ അഗ്രേറിയൻ വില്ലേജസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. കൃഷി ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് ഓടിപ്പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് കൃഷി ചെയ്ത് വിത്ത് പാകി അതുപോലെ വളമിട്ടു വെള്ളം നനച്ചു ഇതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെന്താവശ്യമാണ്? ആ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് അവർ താമസിക്കാൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ ഒരു കാർഷിക ഗ്രാമങ്ങളാവാനായിട്ട് സഹായിച്ചു.
The storage of grains become possible with the introduction of pottery and the use of bricks made of clay. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം സഹായിക്കും. അവിടെ 2ാമത്തെ ചാപ്റ്റർ 5ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾ വായിക്കണം. ഈ കളിമൺ പാത്ര നിർമ്മാണവും അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി. അതായത് ഇവർ കൃഷി ചെയ്ത ഗ്രെയിൻസ് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇങ്ങനെയുള്ള മൺപാത്രങ്ങൾ പോട്ടറീസ് ഉപയോഗിച്ചു. അതുപോലെ ധാന്യങ്ങൾ ഗ്രെയിൻസ് സംഭരിച്ച് വെക്കാനുള്ള ധാന്യ സംഭരണികളും നിർമ്മിക്കാൻ തുടങ്ങി. അതിന് പോട്ടറീസ് ഒത്തിരി സഹായമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ ബ്രിക്സിൻ്റെ നിർമ്മാണവും ഇവിടെ പറയുന്നുണ്ട്. വെൻ ദ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ ബിക്കം പോസിബിൾ, എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ബിക്കം ഫ്രീ ഫ്രം അഗ്രേറിയൻ ആക്ടിവിറ്റീസ്. നോക്കിക്കേ, ഈ കൃഷി സാധ്യമായതോടുകൂടി ധാന്യം സംഭരിക്കാൻ തുടങ്ങിയതോടുകൂടി കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായി. അത് സമൂഹത്തിൽ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രം. അതായത് ഉണ്ടാക്കുന്ന ധാന്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്, ബാക്കിയുള്ളവ ശേഖരിച്ച് വയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇനി വരുന്ന കാലത്തിലേക്ക് ശേഖരിച്ച് വയ്ക്കാനും സാധ്യമായി. പിന്നെന്താ അടുത്ത പോയിൻറ്റ്സ് നോക്കൂ. ദ ബിഗൺ ടു എൻഗേജ് ഇൻ അതർ ഒക്യുപ്പേഷൻസ് സച്ച് ആസ് പോട്ടറി മേക്കിംഗ്. ഇത് കൂടാതെ അവർ മറ്റ് ചില ജോലികളും കണ്ടെത്താൻ തുടങ്ങി. പോട്ടറി മേക്കിംഗ്, നല്ല ഭംഗിയുള്ള കുടങ്ങൾ, കലങ്ങൾ, ചെറിയ ചെറിയ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. വീവിൻ, തുന്നൽ, തയ്യൽ അതുപോലെയുള്ള നിർമ്മിക്കാൻ തുടങ്ങി. ദസ് ദ സൊസൈറ്റി കെയിം ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. പലതരത്തിലുള്ള ജോലികൾ ഉണ്ടായി. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ജോലികൾക്ക് പലതരം ഗ്രൂപ്പ്സ് ഉണ്ടാവാനായിട്ടും തുടങ്ങി. This resulted in significant changes in the social formation. ഇതുപോലെ സമൂഹത്തിൽ പല പല സാമൂഹിക രൂപീകരണം നടന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നവീന ശിലായുഗത്തിൻ്റെ മാറ്റങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗം എന്നുകൂടി വിളിച്ചത്. ബാക്കിയുള്ള പോയിൻറ്റ്സ് നോക്കിക്കേ. The basis of the progress human have achieved today can be seen in the changes during the Neolithic age. ഈ നിയോലിത്തിക് ഏജിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു മാറ്റങ്ങളാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോർഡൻ ചൈൽഡ്, എ റീനൗണ്ട് ആർക്കിയോളജിസ്റ്റ് നെയിംഡ് ദി പീരീഡ് നിയോലിത്തിക് റെവല്യൂഷൻ. ശരിക്കും ഈ ഗോർഡൻ ചൈൽഡ് ഈ ഒരു പീരീഡിനെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിക്കാനുള്ള കാരണം ഈ അഗ്രികൾച്ചറിൻ്റെയും പോട്ടറിയുടെയും പുതിയ സോഷ്യൽ ഫോർമേഷൻ്റെയും ഒക്കെ രൂപീകരണം പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൻ്റെ 2ാമത്തെ ചാപ്റ്റർ വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.